വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്നാ നീ ഇങ്ങോട്ട് വാ, ഇവിടെ വന്നിക്ക്, പുറത്ത് വന്നിക്ക്. പറയ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാക്കി കൂടി പറഞ്ഞിട്ട് വെക്കോ. ഇന്നത്തെ വീഡിയോ ഒന്നിട്ടാ ചേട്ടൻ ഓഫീസിൽ പോയിട്ടില്ല. കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിക്കാനുണ്ട്. പിന്നെ വീട്ടിൽ കുറെ അല്ലറ ചില്ലറ പണികളുണ്ടായിരുന്നു. ഫാനിന്റെ കപ്പാസിറ്റർ മാറ്റലും പിന്നെ ഒന്ന് രണ്ട് ഐറ്റംസ് ഒക്കെ സ്ക്രൂ ചെയ്യണ അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു. പിന്നെ പാത്തികളിലൊക്കെ വെള്ളം കറക്റ്റായിട്ട് പോവാണ്ട് മഴയല്ലേ, അപ്പൊ അതൊക്കെ ക്ലിയർ ചെയ്യലൊക്കെ ആയിരുന്നു. അപ്പൊ ഇന്നൊരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ശരിയാക്കാൻ. അപ്പൊ അങ്ങനത്തെ കുറച്ച് പണികളായിരുന്നു. ഉച്ചവരെ 3 മണി 3:15 അപ്പൊ കുറച്ച് സ്റ്റേഷനറി ഐറ്റംസുമായിട്ടും വീട്ടിലേക്കുള്ള ഗ്രോസറീസ് ആയിട്ടും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിക്കാണ്ട്. അപ്പൊ ഇന്ന് പോയിട്ടില്ല. പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഒക്കെ ഒരു സ്ലോ മോഷനാ. അപ്പൊ ഇന്നത്തെ ദിവസം ഇങ്ങനെ പോണേന്ന് നോക്കാം. ഉച്ചയായിട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് വ്ളോഗ് ചെയ്യാം. അപ്പൊ ഞങ്ങൾ പുറത്തേക്ക് പോവാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. നീ വരണ്ട? നിങ്ങളെന്തിനാ വരുന്നേ? നിങ്ങക്ക് എന്താ മേടിക്കാനുള്ളേ? അറിഞ്ഞോട് കിട്ടുമായിരിക്കും. സൊസൈറ്റി സൂപ്പർ മാർക്കറ്റിലേക്കാ പോണേ. കഴിഞ്ഞ ദിവസം ആ മഴക്ക് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തതായിരുന്നു. അതാ അന്നത്തെ വീഡിയോയിൽ ഞാൻ വ്ളോഗ് അപ്ലോഡ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ഇതിന് മുന്നേ മിക്കവാറും ആ വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്യും. അതിൻ്റെ ഇതിൽ പണി കിട്ടിയിരുന്നു. പക്ഷെ പനി വലിയ കാര്യമായിട്ട് തന്നെ എഫക്ട് ചെയ്തില്ല. ഒറ്റ ദിവസം നല്ല പനി പനിച്ചു. അത് ഞാൻ മരുന്ന് കഴിച്ചു. പക്ഷെ സൗണ്ട് വന്നിട്ടില്ല. സൗണ്ട് ക്ലിയർ ആയിട്ട്. പക്ഷെ ഇവിടെ പറഞ്ഞ ആ വീഡിയോ നന്നായി കയറും നോക്കാം. പക്ഷെ ആ വീഡിയോ അങ്ങനെ അങ്ങോട്ട് കയറിയിട്ടൊന്നുമില്ല. അത് ഒരു ഇതെത്തിയപ്പോ അവിടെ സ്റ്റക്കായി നിൽക്കാം. ഈ ചെക്കനെ കൊണ്ട് തോറ്റു. ഇൻട്രോ തന്നെ അവൻ കൊളാക്കി. അപ്പൊ അവനെ കൊണ്ട് തന്നെ ഇൻട്രോ ഇടിപ്പിച്ചത്. അതുകൊണ്ടാ മടിയന്റെ കൂടാരാ മടിയുടെ അസൈൻമെന്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ആ ടാബിൽ മെസ്സേജസ് വരുന്നതാണ്. ആദിയുടെ സ്കൂളിന്റെ ക്ലാസ് ഡിവിഷന്റെ ഗ്രൂപ്പ് തുടങ്ങി. ആദിയുടെ ഗ്രൂപ്പ് തുടങ്ങി, അവളുടെയും ഗ്രൂപ്പ് തുടങ്ങി. ഡാമിക്ക് അസൈൻമെന്റ്സ് ഒക്കെ തുടങ്ങി കേട്ടോ. ഒരു അസൈൻമെന്റ് കഴിഞ്ഞിട്ടുണ്ട് അവള് ചെയ്തിട്ട്. അപ്പോൾ അവന് കുറച്ചൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കിയും കുറച്ച് വിഷയമൊക്കെ പഠിപ്പിക്കണം. കാരണം സ്കൂൾ തുറക്കുമ്പോഴേ പെൻസിൽ പിടിക്കുമ്പോ പേന പിടിക്കുമ്പോ കൈ വേദനിക്കുന്നൊക്കെ പറയുന്ന ടീമാണ്. അപ്പൊ ഞാൻ കുറച്ച് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു സെറ്റിട്ട്. പിന്നെ ഒരു ഫ്ലോ വീണ്ടും പോയി. നമുക്ക് അവരുടെ വെക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കും ശരിക്കും പറഞ്ഞാൽ വെക്കേഷൻ മോഡാ. സ്കൂൾ തുറക്കാറാന്ന് പറയുമ്പോൾ അവരെക്കാളും വിഷമം എനിക്കുണ്ട്. കാരണം ഇപ്പൊ നേരെ വീട്ടൊക്കെ എണീക്കണേ, 7 മണിക്കായിട്ട് എണീക്കണേ. ഞാൻ അതൊക്കെ നേരത്തെ എണീക്കണല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ. ഇപ്പൊ നേരത്തെ ഷോപ്പിങ്ങിലോട്ട് പോകാം. ചെക്കിനെ കൊണ്ട് തോറ്റു പൂരത്തിന് മേടിച്ച പിപിയാ. നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. സൊസൈറ്റി സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാം, മണ്ണുത്തിയിലേക്ക്. അങ്ങനെ എല്ലാവരും റെഡിയായി ഞങ്ങൾ നേരെ സൊസൈറ്റിയിലേക്ക് പോകണം കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ അബ്ജാണ് കുറേ കോൾസൊക്കെ വരുന്നുണ്ട്. പിള്ളേർക്കൊന്നും വരേണ്ട ആവശ്യമില്ല. പിന്നെ എല്ലാ പിള്ളേർക്കും ഇങ്ങനെ ഷോപ്പിങ്ങിന് പോകാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ. ഈ സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ ട്രോളിയിൽ ഇങ്ങനെ സാധനങ്ങൾ നിറയ്ക്കാനൊക്കെ അവർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ കൂടെ വന്നിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ എല്ലാ ദിവസവും കൊണ്ടുപോകല്ലേ. പൊതുവേ ഞാൻ മാത്രമാണ് കേട്ടോ പോവാറ് സൊസൈറ്റിയിലേക്ക്. പിന്നെ ഇപ്പോൾ കുറച്ച് ഐറ്റംസ് മേടിക്കാമെന്നുണ്ട്. ഇത് മാത്രമല്ല, മഴ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരാഴ്ചയായിട്ട് അങ്ങനെ എവിടേക്കും ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് മേടിച്ചിറങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ എല്ലാവരും കൂടെ പോകുന്നത്. ഫിഷ് പിക്കിൾ, റൈഡർ കണ്ണാപ്പിയാണ്. കാര്യം കടിച്ച് കഴിച്ചു. കണ്ണാപ്പില്ല, മണ്ണാപ്പി. ഇവിടെ ഉണ്ടാവില്ലേ ക്രീം? ഇവിടെ ഉണ്ടാവുമായിരിക്കും. ആണോ? ലാസ്റ്റിനാദിച്ചു 4 നിർത്തി. ബിസ്ക്കറ്റ് എടുക്കട്ടോ? ഓറിയോ ഒരെണ്ണം. ഒരു ഓറിയോ എടുക്കാം.
ഏതെടുക്കണ്ടേ? വൈറ്റ് ചോക്ലേറ്റ് എടുക്കാം. സമ്മതിക്കുമോ അറിയില്ലേ? അമ്മ ഇതൊരെണ്ണം എടുത്തിടട്ടെ. എവിടെ അമ്മ? അമ്മ ഇതൊരെണ്ണം എടുത്തിടട്ടെ. യെസ്. ടിക് ടാക്ക്. നമ്മൾ മേടിക്കാറുള്ള ബ്രഷ് നോക്ക്. ചന്ദ്രൻ ഉണ്ടാടാ? ഉണ്ടാവില്ല. ആരെടുത്തോ? ലിയ ഉണ്ടാ? ലിയ അല്ല, ലിയ ജാസ്മിൻ. ലിയ ജാസ്മിൻ നല്ല മണം. ഇനി അതിൽ കൂടെ അപ്പുറത്തേക്ക് കിടക്കാം. കത്തിയാ? പിന്നെ കത്തിയൊക്കെ ഇതുപോലെ ലാവൻഡർ മതി. ഇത് വെറൈറ്റി കളറാ. അത് എപ്പോഴും കിട്ടില്ല. ബ്ലൂ ഒക്കെ എപ്പോഴും കിട്ടും. റെഡൊക്കെ എപ്പോഴും കിട്ടും. നമ്മുടെ തന്നെ ഉള്ള രണ്ടെണ്ണോ റെഡാ. ലാവൻഡർ എന്തുട്ടി കാണിക്കണേ? യോഗ മറ്റൊന്നും പേസ്റ്റാണല്ലോ. അതിൻ്റെ ഇടയിലാണ് കേട്ടോ ഞാൻ ആമിയും ഐടെക്സിൻ്റെ തന്നെ ഒരു ഓറഞ്ചിഷ് പിങ്ക് കളറിൽ ഒരു പുതിയ പാക്കറ്റ് ഇരിക്കുന്നു. അപ്പോൾ എന്താ സംഭവം നോക്കിയപ്പോണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ഗോപി പൊട്ടുകൾ ഉണ്ടല്ലോ. അത് പച്ചയുടെ ഉള്ളിൽ നിറച്ച് വട്ടപ്പൊട്ടകളാവുമ്പോൾ ഇതിൽ ഗോപി പൊട്ട് ഒരു കളർ ചേഞ്ച് ആക്കി കൊടുത്തേക്കാം കേട്ടോ. പെട്ടെന്ന് തിരിച്ചറിയാൻ അതിൽ നിന്ന് 1-2 ഞാൻ എടുത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗോപി പൊട്ടുകളോടെ. ഡാർക്ക് ഫാന്റസി. ഇത് MRP 170 റുപ്പീസ് ഓഫർ. അതങ്ങനെ ഡേറ്റ് എവിടെ? ഇതിന് 87. അതിനോ? ഇതിന് 85. 83. ആമിയുടെ നിപ്പ് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടാ? മുഖം കയറ്റി പിടിച്ച് നിൽക്കുന്നത് ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കാത്തതിനാണ് കേട്ടോ. ഇവർക്ക് എപ്പോഴും ചോക്ലേറ്റ് കഴിക്കൽ കുറച്ച് കൂടുതലാണ്. എന്താ വെച്ചാൽ ഈ ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റ്സേ കഴിക്കുള്ളൂ. അതോണെങ്കിൽ നല്ലോണം കഴിക്കുകയും ചെയ്യും. ഇതൊക്കെ കഴിച്ച് നല്ല കപക്കെട്ട് വരും ചെയ്യും. ആമിക്കാണെങ്കിൽ ഈ അടുത്ത് കച്ചേരി ഉണ്ട്, അപ്പോൾ മേടിച്ച് കൊടുത്തില്ല കേട്ടോ. അപ്പച്ചേട്ടെ എന്താ ഇനി വല്ലതും പറയണ്ട? എന്തോ വിഴുങ്ങിയ പോലെ ഇരിക്കണ്ടല്ലോ. എന്തോ വിഴുങ്ങിയ മിഠായി മേടിച്ചു കൊടുക്കാത്തുള്ള മിഠായി ഞാൻ മേടിച്ചു കൊടുത്തില്ലല്ലോ. നമ്മളെവിടേക്ക് പോകുന്നു? നമ്മൾ ബ്രെഡിന്റെ പരസ്യം ചെയ്ത മാർട്ടിൻ ബേക്കറി. 100 വർഷത്തെ പാൽവേണ്ടി 100 വർഷത്തെ പഴക്കില്ല. പട്ടുപോലെ മൃദുലമായ ബ്രെഡ്. മാർട്ടിൻ ബേക്കറിയിലേക്ക് സ്നാക്സ് മേടിക്കാൻ പോവുകയാണ്. അയ്യോ നല്ല മഴ പെയ്തിട്ട് നോക്കി ഇവിടെയൊക്കെ ചളി പോയി. അങ്ങനെ മാർട്ടിൻ ബേക്കറിയിൽ പോയിട്ട് സ്നാക്സും ഐറ്റംസ് ഒക്കെ മേടിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് പച്ചക്കറി മേടിക്കാനായിട്ട് കയറി. ഒറ്റയടിക്ക് തന്നെ ഷോപ്പിംഗ് തീർക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാറിൻ്റെ പിള്ളേർക്ക് ഇരിക്കുന്ന സീറ്റിൽ നിറച്ച് സാധനങ്ങളാണ്. അപ്പോൾ ആദ്യം പറയണമെങ്കിൽ നമുക്ക് വീട്ടിൽ പോകണ്ട, വേറെ എവിടേക്കെങ്കിലും പോകാമെന്ന് പറയണ്ട. അപ്പോൾ അബ്ചേട്ടൻ പറയണേ അന്ന് നിനക്ക് എവിടേക്കാണ് പോകണ്ടേ, നിന്നെ ഞാൻ മണ്ണത്തിൽ കൊണ്ട് ഇറക്കി വിടട്ടെ എന്നൊക്കെയാണ് കേട്ടോ അബ്ചേട്ടൻ പറയണേ. അപ്പോൾ എന്താ വെച്ചാൽ വെക്കേഷൻ കഴിയാറായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അവർ എവിടേക്കെങ്കിലും പോവാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പക്ഷെ ഞങ്ങൾ പോയില്ല, നേരെ ഞങ്ങൾ വീട്ടിലേക്കാണ് പോയത്. വീട്ടിലാണെങ്കിൽ ഞാൻ കുറേ പണികൾ ചെയ്യാനായിട്ട് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒതുക്കി വെക്കണം എന്നുള്ള രീതിയിൽ കേട്ടോ. पानी में आग लगाई, आग लगी तो
സെക്ടർ സെറ്റ് ചെയ്ത കിളികൾക്ക്, കിളികളുടെ സെക്ടറാ. കിളികൾക്ക് തണുക്കുന്നുണ്ടെന്നാണ് അബ്ചേട്ടൻ പറയണേ. ഉണ്ട് കിളി അവിടെ അല്ല, അടുക്കളയിലേക്ക് പോട്ടെ, വണ്ടി പോട്ടെ. ഇത് എന്റെ മുഖത്തേക്ക് അടിച്ച് കിട്ടും നിനക്ക് എന്നിട്ടാ. ബ്രഷ് വഴി അറിയാം, ഇതൊക്കെ കട്ട് തിന്നൂര്, കട്ട് തിന്നൂര്. ഇനി വാങ്ങിക്കൊണ്ടുവന്ന എല്ലാ ഐറ്റംസും അതാത് സ്ഥലത്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ ടാസ്ക്. ഇപ്പൊ പരിപ്പ്, കടല, മുതിര പോലത്തെ ഐറ്റംസ് ഒക്കെ അതാത് പാത്രങ്ങളിൽ അപ്പം തന്നെ ഇട്ട് വെക്കാന്ന് കരുതിട്ടോ. കാരണം എന്താ വെച്ചാൽ ഇനിയും സ്കൂൾ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊന്നും നമുക്ക് അധികം സമയം കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കറക്റ്റ് സമയത്ത് നമുക്ക് സാധനങ്ങൾ കിട്ടും വേണം. അപ്പൊ എല്ലാം മടക്കി പൊറുക്കി വെക്കാന്ന് തന്നെ വിചാരിച്ചു കേട്ടോ. കാരണം ഇന്നത്തെ ദിവസം ഞാൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ ഓരോ പാത്രം എടുത്തിട്ട് അതിലൊക്കെ ഫില്ല് ചെയ്ത് വെക്കാണ് കേട്ടോ. കഴിഞ്ഞ 2 മാസമായിട്ട് ഞാൻ വളരെ മെസ്സി ആയിട്ടാണ് കേട്ടോ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അത് കീപ്പ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂളിൽ വിടുന്ന സമയത്ത് കാലത്തൊക്കെ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാനല്ലേ നമ്മൾ ശ്രമിക്കുള്ളൂ. അപ്പോൾ അത് തപ്പി എന്തെങ്കിലും ഐറ്റം കാണാതായ തപ്പി നടക്കാൻ നമുക്കത് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം വൃത്തിയാക്കാൻ തന്നെ കരുതി. അപ്പോൾ ഞാൻ കബേർഡിൽ നിന്ന് ഓരോ ഐറ്റംസ് പുറത്തെടുത്ത് ഫില്ല് ചെയ്യാനുള്ളതൊക്കെ ഫില്ല് ചെയ്ത്, പിന്നെ കുറേ സാഷികൾ നമ്മൾ പൊട്ടിച്ചിട്ടുള്ളത് ഉണ്ടാവുമല്ലോ, അതൊക്കെ ഞാനിങ്ങനെ സീൽ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ താഴെ തന്നെ വെച്ച് എനിക്കിപ്പോൾ അറിയാം ഇപ്പോഴത്തെ കിച്ചണിൽ എൻ്റെ സാധനങ്ങൾ എവിടെ ഇരിക്കണേന്ന് എനിക്കറിയാം കേട്ടോ. അങ്ങനെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ എനിക്കറിയാം. പക്ഷെ മെസ്സി ആവുമ്പോൾ നമ്മൾ തിരക്കിലാവുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ 2 മാസമായിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതായിട്ട് യൂസ്ഡായി വരുന്നവരെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു കേട്ടോ. കിച്ചണിൽ നമ്മൾ തന്നെയാണല്ലോ കയറുന്നത്. അപ്പോൾ ഒക്കെ ധൃതി പിടിച്ച് ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ പല സാധനങ്ങളും പല സ്ഥലത്താണ് ഞാൻ വെച്ചിരുന്നത്. അപ്പം ഇനി അതൊക്കെ ഓർഡറായേ പറ്റൂ, അല്ലാന്നുണ്ടെങ്കിൽ നടക്കില്ല മക്കളെ. അപ്പോൾ ഒക്കെ വൃത്തിയാക്കി കേട്ടോ. ഇപ്പം എനിക്കത് ചെയ്യാൻ, സത്യം പറഞ്ഞാൽ ഞാനത് ചെയ്യാൻ വലിയ പ്ലാനൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ ഇതൊക്കെ എടുത്ത് തിരിച്ചെടുത്ത് വെക്കണം എന്ന് തന്നെ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്കൊരു പ്രശ്നമുണ്ട്. ഒരു സാധനം എനിക്ക് ക്ലീൻ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ഒരറ്റത്തുനിന്ന് തുടങ്ങിയാൽ മറ്റേ അറ്റം എനിക്ക് പിന്നെ അത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ എനിക്കൊരു ഫ്രസ്ട്രേഷൻ പോലെ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അങ്ങനെ ഒരു കിളി പോയ അവസ്ഥയിൽ കൂടെ ഞാൻ നിൽക്കുന്നത്. അപ്പം അബ്ചേട്ടൻ ചായ ചോദിച്ചു അതിൻ്റെ ഇടയിൽ. അപ്പം ചായ ഉണ്ടാക്കണമല്ലോ, ഇതും കൂടി ഒതുക്കി വെച്ചിട്ട് ഉണ്ടാക്കണോ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് ഞാൻ ഈ നിൽക്കുന്നത്. അപ്പം ഞാൻ കെറ്റിൽ ചായ വെക്കാമെന്ന് കരുതിയിട്ടോ. ഇവനിത് എന്ത് തേങ്ങയെ കാണിക്കണേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഈ കവറൊക്കെ ഇട്ട് ക്യാമറയുടെ മുന്നിൽ കാണുന്നത്. എൻ്റെ മുഖം കണ്ടോ, എനിക്കാണെങ്കിൽ ഇത് തീരോ, ഇതൊക്കെ ഒതുക്കി വെച്ച് തീരും. ഞാനാണെങ്കിൽ എല്ലാം വലിച്ചിടും ചെയ്ത് കഴിഞ്ഞു. ആ ഒരു ഇതിലാട്ടോ ഞാൻ നിൽക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ ചായ എന്നൊക്കെ പറയുമ്പം, പക്ഷെ ചോദിക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കാണ്ടിരിക്കുക, നമ്മുടെ പണിയുണ്ടെന്ന് പറയാൻ പറ്റുമോ. അങ്ങനെ പിന്നെ വേഗം ചായ പണിക്ക് പോയി. അപ്പോൾ പിന്നെ ഞങ്ങൾ പപ്സ് മേടിച്ചോടുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി എന്തായാലും ഒരു ബ്രേക്ക് എടുക്കാം എന്ന് കരുതി പപ്സൊക്കെ ഹെയർ ഫ്രയറിൽ വെച്ചൊക്കെ ചൂടാക്കി കേട്ടോ. അപ്പം ഞാനത് നിങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, ഹെയർ ഫ്രയറിൽ വെച്ച് കഴിഞ്ഞാൽ ചൂടാക്കിയാൽ നല്ല ടേസ്റ്റാന്നൊക്കെ. പിന്നെ ഈ താജ്മഹലിലെ ടീ ബാഗ് നല്ല ടേസ്റ്റാണ് കേട്ടോ. ടീ ബാഗ് എന്നല്ല, അതിൻ്റെ ടീ തന്നെ നല്ല ടേസ്റ്റാണ്. പക്ഷെ അതിന് ഭയങ്കര റേറ്റാണ്. പക്ഷേ ടീ ബാഗ് വലിയ പ്രശ്നമില്ല. കട്ടൻ ചായ വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ ടീ ബാഗ് കൊണ്ട് തന്നെ 4 ഗ്ലാസ് ഞാൻ വെക്കും കേട്ടോ. 4 ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് മുതലാവും. പപ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പപ്സ് നമ്മുടെ എയർ ഫ്രയറിലിട്ട് ചൂടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പപ്സ് ചൂടാക്കി കഴിക്കാം. ഇന്നത്തെ ഷോപ്പിങ്ങിനെ കുറിച്ചുള്ള ഇതെന്നിട്ടാ അഭിപ്രായം?
ഞാനും വരാം. തിന്ന ബിസ്ക്കറ്റ് സാധനങ്ങളുടെ കവർ അതേപോലെ അവിടെ ഇട്ടില്ലേ നീ? തിന്നിട്ട് ഇവിടെ ഇട്ട് പോയേക്കണേ. അതാരുടെയാ? ആ നിന്നെ പോലെ ഇവിടെ വേറെ 2 പേരും കൂടി ഇല്ലേ? 2 പേരുടെയാണ്. അതിനിതിലാകെ 2-3 കവറോ? അതെ ഗൈസ്, ഇവരുടെ സ്ഥിര പരിപാടിയാണ് കേട്ടോ. ഇവരെന്ത് സാധനം എടുത്താലും അത് എടുത്ത സ്ഥലത്ത് വെക്കുക എന്നുള്ളൊരു പരിപാടി ഇവർക്കില്ല. അതുപോലെ ഒരു മിഠായി കഴിച്ചോ, ഒരു ബിസ്ക്കറ്റ് കഴിച്ചോ, ആ കവറൊക്കെ അവിടെ തന്നെ ഇട്ട് പോകും. ഞാനത് ഇവരുടെ അടുത്ത് മാറി മാറി പറയുന്ന കാര്യം പറഞ്ഞ് ഞാൻ മടുത്ത്. അതിൻ്റെ ദേഷ്യമാണ് കേട്ടോ എൻ്റെ മുഖത്ത് കാണുന്നത്. പിന്നെ മൊത്തത്തിൽ എല്ലാ കച്ചറയായിട്ട് കിടക്കുമ്പോൾ ആ കച്ചറയും കൂടി കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരില്ലേ? സ്വാഭാവികമല്ലേ? അങ്ങനെ ഇടയിൽ പോയിട്ട് ചായയും പപ്സൊക്കെ കഴിച്ചിട്ട് പോന്നു കേട്ടോ. പിന്നെ ഞാൻ ഈ ബാസ്ക്കറ്റിലൊക്കെ കരുതി എഴുതി വെക്കാം. കാരണം എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ അതിലുണ്ടെന്ന് അറിയാൻ പറ്റുമല്ലോ. താഴെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കുക തന്നെ ഇല്ല. അപ്പോൾ ഈ കുഞ്ഞ് കടുകിൻ്റെ പാക്കറ്റ്, ജീരകത്തിൻ്റെ പാക്കറ്റൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക കൂടിയില്ല. അപ്പം ഞാൻ കരുതി അതിൽ എന്തൊക്കെയാണ് ഞാൻ വെക്കുന്നതെന്നുള്ളത് അവിടെ എഴുതി വെക്കാം. അപ്പോൾ എഴുതി വെക്കുമ്പോൾ നമുക്കിപ്പം എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചെക്ക് ചെയ്താൽ മതിയല്ലോ എന്ന് കരുതിയിട്ടോ. പഞ്ചസാര എടുത്തോ മീ? പഞ്ചസാര എവിടെയാ? ഒരു സെറ്റ് ക്ലീനിങ് കഴിഞ്ഞപ്പോൾ ഞാൻ ആമിയുടെ അടുത്ത് പറഞ്ഞു, ആമി അടിച്ചു വാരിക്കുമെന്ന് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാം കഴിഞ്ഞ് ക്ലീൻ ചെയ്യാൻ നിന്നാണ്ടല്ലോ നല്ല പണിയാവും. അപ്പം ഞാൻ പറഞ്ഞു ഉള്ള കച്ചറകൾ ഇപ്പോൾ ഒന്ന് അടിച്ചു വാരിയിട്ടേ. കാരണം കബേർഡ്സിൻ്റെ ഇതിലത്തൊക്കെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞായിരുന്നു. ഇനി ഞാൻ ഫ്രിഡ്ജ് വൃത്തിയാക്കണോ വേണ്ടേ എന്നുള്ളൊരു ആലോചനയിലാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത്. കാരണം ഫ്രിഡ്ജ് തൊട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം പണി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. എന്താ വെച്ചാൽ അത് തുടയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓരോ ഡ്രോയർ എടുത്ത് തുടച്ച് കഴുകി വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അത് ചെയ്യണോ വേണ്ടേന്ന് ആലോചിക്കണം. കാരണം ഇനി എനിക്ക് സമയം കിട്ടാൻ ചാൻസ് ഇല്ല. ഓഫീസിലേക്ക് പോലും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇനി ഇതുപോലൊരു സമയം കിട്ടില്ല. എന്തായാലും നനഞ്ഞ് കുളിച്ച് കയറി എന്ന് പറഞ്ഞോണം. ഇന്ന് എന്തായാലും ഞാൻ അതൊക്കെ കൂടി വൃത്തിയാക്കാമെന്ന് കരുതിയിട്ടോ ഞാൻ. അപ്പം ഞാൻ ഇതൊക്കെ ഈ ഷോപ്പിംഗ് ബാഗാണ് കേട്ടോ ഇപ്പം ഞാൻ സാധനങ്ങൾ മേടിക്കുമ്പോൾ കൊണ്ടുപോകണം. ഇത് റിലയൻസിൽ നിന്ന് വാങ്ങിച്ചതല്ല. നമ്മൾ ഇത്ര രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഈ കവറിന് 10 രൂപയ്ക്ക് നമുക്ക് കിട്ടണതാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു 3 കവറിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതാണ് ഇപ്പോൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ കൊണ്ടുപോകുന്നത്. അപ്പം ഞാൻ പിള്ളേരെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇവർ വെറുതെ തരാപരം നടക്കാൻ പറഞ്ഞാൽ മാത്രമേ ചെയ്യുള്ളൂ ഓരോ കാര്യങ്ങൾ. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് അടിച്ചു വരാൻ പറഞ്ഞു. അപ്പം അടിച്ചു വാരി ആദ്യം ഉള്ളിയൊക്കെ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞപ്പോൾ അത് കൊണ്ടുവച്ചു കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ അത് തല്ലൂടാണ്. ഞാൻ പിന്നെ മൈൻഡിയാണ് ഈ 2 മാസത്തെ വെക്കേഷൻ കഴിഞ്ഞോടുകൂടി ഇതൊന്നും എൻ്റെ കണ്ണിൽ പെടാത്ത പോലെ ഇപ്പം ഞാൻ അയ്യോ വെറുതെ നിന്ന് വഴക്കൂടാന്നേ. ഇതാണ് നമ്മൾ അപ്രൂവൽ ആക്കുക. അപ്പോൾ ഷിംനാസ് കിച്ചൺ, ഷിംനയുടെ കിച്ചൺ, ഷിംന എല്ലാ പണിയും എടുക്കും ഇവിടുത്തെ. എന്താന്ന് നോക്കിയ പെണ്ണിന്റെ മനസ്സിലിരിപ്പം ഞാൻ ആദ്യം ഷിംനാസ് കിച്ചൺ എഴുതി. അപ്പം പിന്നെ തോന്നുന്നു അതങ്ങോട്ട് ശരിയല്ലല്ലോ എന്ന് കരുതി ഞാനത് അവർ കിച്ചൺ ആക്കിട്ടോ. നമ്മുടെ അടുക്കളയല്ലേ എല്ലാവരും പണിയെടുക്കണ്ടേന്ന് പറയുമ്പോൾ അവൾ പറയാണ്, അമ്മ ആദ്യം എഴുതിയത് ഷിംനാസ് കിച്ചൺ അല്ലേ, അപ്പം അതാണ് ശരി, അപ്പം അമ്മയാണ് ഇവിടെ പണിയെടുക്കണ്ടേന്നൊക്കെ പറഞ്ഞത് കേട്ടാ. അതൊക്കെ കഴിഞ്ഞതേ ഞാൻ പിന്നെ പച്ചക്കറിയുടെ കവറെടുത്തേ. പിന്നെ നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കാനുള്ള അതാത് സ്റ്റോറേജ് ബോക്സിലോട്ട് നിറയ്ക്കാനേ. പച്ചമുളക് പിന്നെ തൊണ്ടൊക്കെ കളഞ്ഞിട്ടല്ലേ നമ്മൾ വെക്കുക. പച്ചമുളക് പിന്നെ ക്യാരറ്റും വെണ്ടക്കായും അങ്ങനെ കുറച്ച് പച്ചക്കറി മാത്രമേ എനിക്ക് മേടിക്കാൻ പോയപ്പോൾ അന്ന് കിട്ടും. അപ്പം ഞാൻ അധികം പച്ചക്കറികൾ മേടിച്ച് വെക്കലില്ല കേട്ടോ. ആവശ്യത്തിന് 2 ദിവസത്തേക്ക് അല്ലെങ്കിൽ 3 ദിവസത്തേക്ക് വാങ്ങലുള്ളൂ. കാരണം സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ നമുക്ക് ഇനി ഇതൊക്കെ ആവശ്യമാണ്. അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ വെജിറ്റബിൾസ് ഉപ്പേരിയുടെ വെജിറ്റബിൾസിന് ആവശ്യം വരാറില്ല. അപ്പോൾ അതൊക്കെ ഇനി സ്റ്റോറേജ് ബോക്സിലോട്ടാക്കി. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനായിട്ട്. എന്തായാലും നനഞ്ഞിറങ്ങി. അപ്പോൾ ഈ കുളിച്ച് കയറാന്ന് പറയില്ലേ, അതുപോലെ പല സാധനങ്ങളും ഗ്രോസറി സാധനങ്ങളൊക്കെ കയറ്റി. ബേക്കറി പിള്ളേർക്ക് ഇനി സ്കൂൾ വിട്ട് വന്നാൽ വിശക്കുമല്ലോ. സാധാരണ പരിപാടി ഉണ്ടാവാറില്ല. പിന്നെ ഇനി സ്കൂൾ കഴിഞ്ഞ വെക്കേഷൻ സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്നാൽ ഇവരിവിടെ ഇറങ്ങാം. അപ്പോൾ അവർക്ക് സ്നാക്സ് വേണം. പഴം മേടിച്ച് വെക്കണം. നേന്ത്രപ്പഴം മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അവരത് പുഴുങ്ങി കഴിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് സ്നാക്സ് കഴിച്ചില്ലെങ്കിൽ അവർക്ക് സമാധാനം ഉണ്ടാവില്ല. സ്നാക്സൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജും കൂടി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കിച്ചൺ ക്ലീനായി. അപ്പോൾ അതും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. അതും ചെയ്യാം. പണിക്കുട്ടി തീർന്നു. ഒരു
സൈഡിൽ വൃത്തിയാക്കി തുടങ്ങിയതാ. ഇതെല്ലാം ശരി. ഇതിന് അന്തോ കുന്തോ ഇല്ലാത്ത പോലെ. ഫ്രിഡ്ജ് ക്ലീനായി കാണിച്ചേട്ടെ. ഞാൻ പോയേനെ. ഇതൊന്നും മൈൻഡ് ചെയ്ത് കളയാനുള്ള സാധനങ്ങളാണ്. അതൊന്നും കാണാനില്ല. സാധാരണ ഒരു നോർമൽ ഫ്രിഡ്ജിൽ ഉണ്ടാവുന്ന ഐറ്റംസ് ഉണ്ടാവുള്ളൂ. ചീസും ബട്ടറൊക്കെ ഇതിനുള്ളിൽ വെച്ചു. പിന്നെ ഇങ്ങനത്തെ വെജീസൊക്കെ ഇവിടെ ഒതുക്കി വെച്ചു. ഇതിൽ ബാക്കി വരുന്നുള്ള ചോറാണ്. പിന്നെ വേപ്പിൻ്റെ ഇല കഴുകിയിട്ടല്ല, ചില്ലിൻ്റെ ബോട്ടിലാക്കി വെച്ചുള്ളതാണ്. പിന്നെ ഒരു അച്ചാറിൻ്റെ ഉണ്ട്. പിന്നെ ഇങ്ങനെ കുഞ്ഞി പൊട്ടിച്ചിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇടാവുന്നതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കൊയ്മുട്ട സോസുകൾ. പിന്നെ ഇത് പിരി പിരി മസാലയും ചാറ്റ് മസാലയും. പെരി പെരി മസാല ഉണ്ടെങ്കിൽ അവർക്ക് മാഗി കഴിയാറില്ല. അതെന്താ റിലയൻസിനല്ലേ മേടിച്ചത്. ഇത് സോസ് വെച്ചിട്ടുണ്ട്. പിന്നെ തൈര്. പിന്നെ ഇത് കൊഞ്ഞ മസാലകളൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഒരു ഷെഫാണ്. അപ്പൊ അത് ഇത്രേ ഉള്ളൂ ഫ്രിഡ്ജില്. പിന്നെ ഇത് നമ്മുടെ ഫ്രീസറിൽ വരുമ്പോൾ ഇത് പാല് ഇങ്ങനെ ബൾക്കായിട്ട് മേടിച്ചോണ്ടിരാ ചെയ്യാ മണ്ണുത്തിന്ന്. അപ്പൊ അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്രീൻ ബീൻസ്, ഫ്രോസൺ ഗ്രീൻ ബീൻസ്. പിന്നെ ഇത് ഞങ്ങളുടെ ചട്ട് മസാല, ഒറിഗാനോ, പിന്നെ എന്നിട്ടാ ഇത് സോഡാപ്പൊടി, കോൺഫ്ലോർ, പിന്നെ മസാലകൾ, മസാല അങ്ങനത്തെ ഐറ്റംസ്. ഫ്രിഡ്ജിൽ അടുക്കള ആകെ കച്ചറേ. ഇതൊക്കെ ഒതുക്കി വെച്ചിട്ട് വേണം. മറ്റേ ചില വീഡിയോസിൽ കാണിക്കാം ഇങ്ങനെ വേഗം കാണിച്ചിട്ടുണ്ട്, ടൈം ലാപ്സ് ഇട്ടിട്ട്. അത് ചെയ്താൽ രസം ഉണ്ടാവും. എന്തായാലും ക്ലീൻ ചെയ്യട്ടെ കേട്ടോ. ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ ഒരു ചന്തോല്ലേ കാണാൻ, ചന്താക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. കിച്ചൺ ക്ലീൻ ആയിട്ടാ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. കിച്ചണൊക്കെ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തു. പുറം ഭാഗത്തൊന്നും അങ്ങനെ വല്ലാണ്ട് ഇതൊക്കെ ഓൾറെഡി ക്ലീൻ ആയിട്ട് ഇരിക്കുന്നതാണ്. കുറച്ച് കച്ചറകളൊക്കെ കളയാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, ചെയ്തു. പിന്നെ ലഞ്ച് ബോക്സ് വയ്ക്കുന്ന സെക്ഷനൊക്കെ ക്ലീൻ ചെയ്തു. അങ്ങനെയൊക്കെ അതൊക്കെ വൃത്തിയാക്കി വെച്ചു. പോയി സുഖമായിട്ട് കിടന്നുറങ്ങാ. ഇങ്ങനെ ഒരു സംഭവം വെച്ചു കേട്ടോ. ഇത് ഓൾറെഡി ഉണ്ടായിരുന്ന ബോർഡാണേ. അപ്പോൾ ഇന്ന് ബോർഡിലത്തെ മാർക്കർ പെൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആമിയുടെ സ്റ്റിക്കി നോട്ട്സിലാണ് ഇന്നത്തെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടാണ്. പിന്നെ ഡെയിലി ഉള്ള എന്തെങ്കിലും മറക്കാണ്ടിരിക്കാനുള്ള ഐറ്റംസൊക്കെ ഇവിടെ എഴുതി വയ്ക്കും. ഇവിടെ ഉണ്ടായിരുന്നതാ. വെക്കേഷനല്ല, കഴിഞ്ഞ എക്സാം ടൈം ആയപ്പോൾ ആമി ഇതിൽ എഴുതി പഠിക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്ത് കൊണ്ടുപോയായിരുന്നു. വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. കലണ്ടർ ഞങ്ങൾ ഡോറിൻ്റെ അപ്പുറത്ത് തൂക്കി. അപ്പം അത് അടച്ചിടാം, കാണില്ല, അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. ഞാൻ പോയി കുളിച്ചു. അത് കഴിഞ്ഞിട്ട് വയ്യാണ്ടായിണ്ടായിരുന്നു. കുറച്ചേട്ടൻ എനിക്ക് അടിച്ചു വാരി തുടച്ചൊക്കെ തന്നു. ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അല്ല, ഞങ്ങൾക്ക് ഒരു റീലും കൂടി എടുക്കാണ്ട്. അക്ഷരനെ കിട്ടിയിട്ടുണ്ട്. ഒരു കോമഡി റീലും കൂടി എടുത്തിട്ട് കിടന്ന് ഉറങ്ങാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.